Marina Jovi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് ചായ റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് കടിയൊന്നുമില്ലെങ്കിൽ റെഡിയാക്കാൻ എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. ഇത് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിപ്പോൾ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ തന്നെ ചായയോടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നോക്കിയാലും നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഒനിയൻ റിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കൊരു 1/4 കപ്പ് കോൺഫ്ലോർ ആവശ്യമുണ്ട്, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം, പിന്നെ 1 കപ്പ് ബ്രെഡ് ക്രംസ് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആവശ്യമുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഒനിയൻ റിങ്സ് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒനിയൻ റിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ആ ബാറ്ററിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഒനിയൻ റിങ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്കോ വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അല്പമായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കുകയാണ്. നമുക്കിത് അധികം കട്ടി ആവശ്യമില്ല, ഒരല്പം ലൂസായിട്ട് തന്നെ ഇരുന്നാൽ മതി. നമ്മളിതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരല്പം ലൂസായിട്ട് ഇരുന്നാൽ മതി. അപ്പം ഞാനിതൊന്ന് അല്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ വെള്ളം അല്പമായിട്ട് ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ലൂസുള്ള ഒരു ബാറ്ററാണിത്. അപ്പോൾ നിങ്ങൾ ബാറ്റർ റെഡിയാക്കിയിരിക്കുമ്പോൾ കട്ടകളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഒന്ന് റിങ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാലൻസ് സവോള ഒന്ന് റിങ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി സവോള റിങ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സവോള ഇങ്ങനെ വെച്ചിട്ട് അല്പം തിക്കായിട്ട് തന്നെ എല്ലാം മുറിച്ചെടുക്കുക. കണ്ടോ, ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നിന്ന് റിങ്സ് ഇതേപോലെ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റിങ്സ് റെഡിയാക്കി കിട്ടി. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുകൊണ്ട് സവോള കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുക. ചെറുതൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ, അത്യാവശ്യം വലുത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബാലൻസ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവോള എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ കുറേ റിങ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒനിയൻ റിങ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് റിങ്സ് ഒന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മാവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കളയുക. എന്നിട്ട് ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാം അതുപോലെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ബാലൻസ് നമുക്ക് എല്ലാ റിങ്സും ഇതേപോലെ തന്നെ നമ്മുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് റെഡിയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം.
അപ്പോൾ നമ്മൾ എല്ലാ റിങ്സും ഇതേപോലെ തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഒനിയൻ റിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ സവോള കട്ട് ചെയ്തത് ബ്രെഡിലും ബാറ്ററിലും മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒനിയൻ റിങ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ചൂടേ ആയിട്ടുള്ളൂ. നമ്മൾ ഒനിയൻ റിങ്സ് ഇടാൻ നേരത്ത് ഒന്നും കൂടെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ റിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം കേട്ടോ. നമ്മൾ ആദ്യം ഇട്ടതെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ഇനി അടുത്ത സെറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒനിയൻ റിങ്സ് എല്ലാം ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചായ റെഡിയാക്കുമ്പോഴേക്കും ചായക്കുള്ള കടിയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ബാലൻസ് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണ് ഒനിയൻ റിങ്സ് റെഡിയാക്കി എടുത്തതെന്ന്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ചായക്ക് സ്നാക്സ് ഒന്നും കഴിക്കാനില്ലാത്ത സമയത്ത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.